ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിന്റെ പ്രാർത്ഥനാഭരിതമായ ഈ നിമിഷങ്ങളിൽ വചനവിചിന്തനത്തിനായി ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 21 അധ്യായം മുതൽ 23 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ്. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യേശുവിനെ സമീപിച്ച് പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും ചോദിക്കുകയാണ്, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? യേശു അവരോട് തിരിച്ച് യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നതും സത്യം പറയാതെ അവർ ഒഴിഞ്ഞു മാറുന്നതുമാണ് ഈ വചനഭാഗത്ത് നാം കാണുന്നത്. ഈ സംഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് നൽകുന്ന വലിയ ചില സന്ദേശങ്ങളുണ്ട്. ഒന്നാമതായി, പ്രധാന പുരോഹിതന്മാർ യേശുവിൻ്റെ അധികാരം ചോദ്യം ചെയ്യുന്നത് സത്യം അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ കൊടുക്കാനാണ്. തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും യേശു ഒരു ഭീഷണിയാണെന്ന് അവർ ഭയപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ നാം ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാറില്ലേ? നമ്മുടെ പദ്ധതികൾ തകിടം മറിയുമ്പോൾ, നാം ആഗ്രഹിക്കാത്ത സഹനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം ചോദിക്കുന്നു. ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാനല്ല, മറിച്ച് അവിടുത്തെ ഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങാനാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അവിടുത്തെ സ്നേഹമെന്ന അധികാരത്താലാണ് എന്ന് നാം തിരിച്ചറിയണം. രണ്ടാമതായി, യേശുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുൻപ് പ്രമാണിമാർ പരസ്പരം നടത്തുന്ന ഒരു കണക്കുകൂട്ടലുണ്ട്. സ്വർഗത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ യേശു കുറ്റപ്പെടുത്തും, മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം എതിരാകും. അതുകൊണ്ട് അവർ കണ്ടെത്തിയ എളുപ്പവഴിയായിരുന്നു ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന കള്ളം. സത്യം എന്താണെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു, എന്നാൽ അത് ഏറ്റുപറയാനുള്ള ധൈര്യം അവർക്കില്ലായിരുന്നു. ദൈവത്തെക്കാൾ ഉപരി മനുഷ്യരെയാണ് അവർ ഭയപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ നാമും ഇതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയും മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് ഭയന്നും നാം പലപ്പോഴും സത്യം തുറന്നു പറയാൻ മടിക്കുന്നു. സൗകര്യപ്രദമായ കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യരെ ഭയന്ന് നാം സത്യം മറച്ചു വെക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്നാണ് അകന്നു പോകുന്നത്. മൂന്നാമതായി, ഈ വചനഭാഗത്തിന്റെ അവസാനം വളരെ ഗൗരവമുള്ളതാണ്. അറിഞ്ഞിട്ടും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ പ്രമാണിമാരോട് യേശു പറയുന്നു, എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല. നമ്മുടെ ഉള്ളിലെ അറിയപ്പെടുന്ന സത്യങ്ങളോട് നാം മുഖം തിരിക്കുമ്പോൾ ദൈവം തൻ്റെ വെളിപ്പെടുത്തലുകൾ നമ്മിൽ നിന്ന് മറച്ചു വെക്കും. ഹൃദയം അടച്ചുപിടിച്ചിരിക്കുന്നവർക്ക് മുൻപിൽ ദൈവം നിശബ്ദനായിരിക്കും. നാം സത്യത്തോട് തുറവിയുള്ളവരാണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ മേൽ ചൊരിയപ്പെടുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. എൻ്റെ വിശ്വാസം മനുഷ്യരെ ബോധ്യപ്പെടുത്താനുള്ളതാണോ അതോ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതാണോ? മറ്റുള്ളവരെ ഭയന്ന് സത്യം മറച്ചു വെക്കുന്ന പ്രമാണിമാരുടെ കാപട്യം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ അധികാരത്തിന് പൂർണ്ണമായി വിധേയപ്പെടുന്ന ഒരു ഹൃദയം സ്വന്തമാക്കാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. സത്യം നമ്മെ സ്വതന്ത്രരാക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.